ഹായ്, എല്ലാവർക്കും എമൻറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നസിഹ ഷബ്നം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 40-45 വയസ്സാകുമ്പോൾ പല്ലുകൾ പൊതുവെ കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണങ്ങളെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗം ഡിസീസ് അല്ലെങ്കിൽ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും. പല്ലിന് ചുറ്റുമുള്ള ഗം ഇൻഫെക്റ്റഡ് ആവുകയും അതിനുള്ളിൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ പല്ല് താനെ ഇളകി പോകുന്നതാണ് കണ്ടീഷൻ. രണ്ടാമത്തേത് പോർ ഓറൽ ഹൈജീൻ ആണ്. പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ഇല്ലാതെ പല്ലിന് ചുറ്റും കാൽക്കുലസ് ആൻഡ് പ്ലാക്ക് ഡെപ്പോസിറ്റ് ആവുന്നതുകൊണ്ട് ഇത് ടീത്തിൻ്റെ ഹെൽത്തിനെ ഡാമേജ് ആക്കുകയും അത് പിന്നീട് ടൂത്ത് ലോസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് ആയ ആളുകളിൽ ഗം ഡിസീസ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇത് പിന്നീട് ടൂത്ത് ലോസിന് കാരണമാകാറുണ്ട്. ചെറിയ ചെറിയ ഡെന്റൽ ഇഷ്യൂസ് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയും അത് പിന്നീട് പല്ലിന് വലിയ ഇഷ്യൂസ് ആയി മാറുകയും ഇത് പിന്നീട് ടൂത്ത് ലോസിന് വരെ കാരണമായേക്കാം. ഇതിനുള്ള സൊല്യൂഷൻ ഒന്ന് ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ടീത്ത് ബ്രഷിങ്ങിലൂടെ കാൽക്കുലസ് അല്ലെങ്കിൽ പ്ലാക്ക് ഡെപ്പോസിറ്റ്സ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും. റെഗുലർ ഡെന്റൽ ചെക്കപ്പ് എവറി 6 months കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ഇത് ഏർലി ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ ഗം ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇത് കംപ്ലീറ്റ് ടൂത്ത് ലോസിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പ്രൊഫഷണൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് വഴി ഗംസ് ഹെൽത്തി ആക്കി വെക്കാം. ഇത് ഗം ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മസ്റ്റാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് ഗം ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻസ് ആൻഡ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ഇത് പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലത്തിന് സഹായിക്കും. ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ഇതിനുള്ള ആൻസേഴ്സ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം.